വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ കഥാനായകനാണ് ഈ ജ്യൂസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വിഷ്ണു ചേട്ടന് ലെഫ്റ്റനൻ്റായിട്ട് പ്രൊമോഷൻ ലഭിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാർട്ടിയാണ്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ്, അതായത് ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ച ചേട്ടനല്ല, ചേട്ടൻ്റെ വൈഫും ഞാനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. വഴിയെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇത് ഒരു അർച്ചനയുടെ വകയായിട്ടാണ് ബിരിയാണി റെഡിയാക്കുന്നത്. കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളും വന്നിട്ടുണ്ട്. ഇതും ഒരു അർച്ചനയാണ്. അർച്ചനയുടെ മോളാണ് മടിയിലിരിക്കുന്നത്. 2 മക്കളാണ് അവൾക്ക്. ഒരാൾ വന്നിട്ടില്ല. ഇത് കൃഷ്ണപ്രിയയുടെ വീടിൻ്റെ മതിലിൽ പുറകുവശത്തായിട്ട് ചേട്ടൻ്റെ പെയിൻറ്റിങ് ആണ്. ഇതൊക്കെ ചോക്ക് കൊണ്ടെല്ലാം വരച്ച് വെച്ചേക്കുന്നത്. ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും എത്തി. തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ രാത്രി 11 മണിയായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് ആര്യയും ആര്യയുടെ മോനും. ഞങ്ങൾ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന വേറൊന്നുമില്ല, ആര്യയുടെ കോളേജ് ലൈഫിൽ ഹോസ്റ്റലിലുണ്ടായ പ്രേതാനുഭവങ്ങൾ അവൾ പറയുന്നതാണ് കേട്ടോ. അതാണ് ഇത്രയും ശ്രദ്ധിച്ച് പേടിച്ച് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു. ഇതിപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. തുടക്കത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനി കപ്പിൾസിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇത് രാഹുൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ. ഇത് രാഹുലിൻ്റെ വൈഫ് ആര്യ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അവർ ലവ് മാരേജ് ആയിരുന്നു. ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കുന്നത് കൃഷ്ണപ്രിയയും വിഷ്ണു ചേട്ടനും. അവർ കപ്പിൾസാണ്. ഇത് അർച്ചനയും വിശാന്തേണ്ണനും അടുത്ത കപ്പിൾസ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്ന സമയമാണ്. എൻ്റെ സാലഡ് ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മളെക്കാളും സന്തോഷം നമ്മുടെ പിള്ളേർക്കാണെന്ന് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഒത്തിരി പേര് ചേർന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. അവരുടെ വാശിയും കളിയും കുസൃതികളൊക്കെ ആയിട്ട് നല്ലൊരു സമയമാണ്. ഇത് ശരത്തേടനും അർച്ചനയും അവർ ഒരു കപ്പിൾസാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും എണീറ്റ് പോകാൻ പറ്റാതെ വിഷ്ണുചേട്ടൻ്റെ തള്ളു കേട്ടിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ എല്ലാവരും കൂടുന്ന പോലെയല്ല. ഞങ്ങളൊരു വീട്ടിൽ നമ്മൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ നമ്മൾ തന്നെ അവിടെ ചെന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ക്ലീനിങ്ങും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചെയ്ത് ആ വീട് വരെ തൂത്തിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ ആര്യ കുക്കിങ്ങിനൊന്നും എത്തിയിട്ടില്ലായിരുന്നു, ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് അവൾ ആദ്യമേ പാത്രം കഴുകാനായിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. അവൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കഴിയും. പിന്നെ ഒരു നല്ല രസമില്ല, എല്ലാവരും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ഒരു രസമാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളൊരു സർപ്രൈസായിട്ട് വിഷ്ണു ചേട്ടനൊരു സർപ്രൈസായിട്ട് ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേക്ക് കിട്ടിയാനുണ്ട്. ചേട്ടൻ ഇവരൊന്ന് നോക്കൂ.
അതവിടെ ഇരിക്കട്ടെ. ഒറ്റ രേഖ കാണിച്ചാ ഞാൻ കാണിച്ചുതരാം. പോയിരുന്നില്ല, അവിടെ പോയിരുന്നില്ലടാ, അവിടെ പോയിരുന്നില്ലേ? രണ്ട് ചെറിയ ചെറിക്ക് പോകണോ? കട്ട് ചെയ്യൂ, കട്ട് ചെയ്യൂ, കട്ട് ചെയ്യൂ. രാവിലെ കട്ട് ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ രാഹുൽ. എല്ലാം ഒന്ന് കയറി അല്ലേ കൈ കൊണ്ടിടി, അല്ലേ കൈ കൊണ്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് എന്താണ് സംഭവം നമുക്കറിയില്ല. രാവിലെ നമ്മളുടെ കഥ പറഞ്ഞില്ല, ഒന്ന് അറിഞ്ഞിരിക്കാറുണ്ട്. കൃഷ്ണപ്രിയ ഫോട്ടോ കിട്ടാൻ വേണ്ടി നോക്കി എടുത്തു പോകുന്ന എങ്ങനെ എടുക്കണം? ഇവിടെ നോക്കൂ. ഇത് നമ്മുടെ അർച്ചനയുടെയും ശരത്തേൻ്റെയും മോനായ ധൻദേവാണ്. അവന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ GK സെക്ഷനിൽ വിന്നറായിട്ടുണ്ട്. പെണ്ണുകൊള്ളാം. കൊല്ലം സ്റ്റൈൽ കുഴപ്പമില്ലല്ലോ. കേക്കിന്റെ അവസ്ഥ പിടിച്ചോ, കൊണ്ടുപോ കൊണ്ടുപോ. പിന്നെ ആർക്ക് കേക്ക് കിട്ടാണോ? ബ്രഷ് ചെയ്തോ, പിന്നെ കഴിക്കാം. അത് മിക്സ് ആക്കി കഴിച്ചാൽ എന്താണ്
അതേനെ നമ്മളെ കിട്ടണില്ല. കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, പിള്ളേരുടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു 11 മണിയായി കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ഓക്കെ.